ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഇത്തവണത്തെ ബെസ്റ്റ് നടനുള്ള ഓസ്കാർ അവാർഡ് പ്രഖ്യാപിച്ചു. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ രായനച്ചൻ എന്ന് പറയുന്ന ആൾക്കാണ് അവാർഡ് കിട്ടിയത്. മോഹൻലാൽ ഫാൻസ് എല്ലാം ഭയങ്കര ദുഃഖത്തിലാണ്. അഭിനയ വിസ്മയമെന്നും അഭിനയ ചക്രവർത്തി എന്നൊക്കെ പറഞ്ഞിരുന്ന മോഹൻലാൽ ഈ രായനച്ചനോട് കോമ്പീറ്റ് ചെയ്ത് തോറ്റുപോയി. ഈ വളരെ ഗംഭീരം എന്നേ രായനച്ചനെ കുറിച്ച് പറയാൻ പറ്റൂ. അദ്ദേഹത്തെക്കുറിച്ച് ഈ ഓസ്കാർ അവാർഡ് ജൂറിയുടെ നിഗമനം അല്ലെങ്കിൽ അവരുടെ പറഞ്ഞ ആ മംഗളപത്രത്തിൽ സൂചിപ്പിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: പോലീസിനെ പ്രകോപിപ്പിച്ചത് അങ്ങ്, പോലീസിനെ ഉന്തിയിട്ട് വാരില് പൊട്ടിച്ചത് അങ്ങ്, കുതിരയോടി മരത്തിലടിച്ച് വീണത് അങ്ങ്, ഒടിയാത്ത കൈ ഒടിഞ്ഞതായി ഭാവിച്ച് ആശുപത്രി മൊത്തം ഇങ്ങോട്ട് വിളിച്ചു വരുത്തി, ആശുപത്രിക്ക് പോകാതെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി കൈ വെച്ച് കെട്ടി മാധ്യമങ്ങളുടെ മുമ്പിൽ അഭിനയിച്ചത് അങ്ങ്. അങ്ങയുടെ അഭിനയത്തിന് മുമ്പിൽ അഭിനയ വിസ്മയമായ മോഹൻലാൽ തോറ്റുപോയി. ബെസ്റ്റ് നടനുള്ള അവാർഡ് അങ്ങേക്ക് തരുമ്പോൾ രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. സാധാരണ നടന്മാർ അരങ്ങിൽ മാത്രമാണ് അഭിനയിക്കുക, ജീവിതത്തിൽ അഭിനയിക്കില്ല. ഭാര്യയുടെയും മക്കളുടെ മുമ്പിലൊന്നും അഭിനയിക്കില്ല. അങ്ങ് ജീവിതത്തിലും പള്ളിയിലും അരമനയിലും സകല സ്ഥലത്തും അഭിനയിച്ച് വിജയിപ്പിച്ചിരിക്കുന്നു. ലോകത്താർക്കും സാധിക്കാത്ത ആ ഉന്നതിയിലേക്ക്, ഉയരങ്ങളിലേക്ക് അങ്ങ് പ്രവേശിച്ചിരിക്കുന്നു. അതിനാൽ രായച്ചന് ഓസ്കാർ അവാർഡ് പ്രഖ്യാപിക്കുന്നു. പക്ഷെ ഓസ്കാർ അവാർഡ് ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. ഈ അവാർഡ് സ്വീകരിക്കാൻ ചെല്ലുമ്പോൾ ആ ഉടുപ്പൊക്കെ ഇട്ട് ഈ ഭിക്ഷക്കാരനെ പോലെയും പോകരുത്, കുളിച്ച് ഇത്തിരി വൃത്തിയൊക്കെ ആയിട്ട് ഈ അഭിനയമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അവിടെ ചെല്ലുമ്പം അഭിനയം പാടില്ല. കാരണം അങ്ങനെ അഭിനയിച്ച് ചെന്ന് കഴിഞ്ഞാൽ അവരങ്ങോട്ട് അകത്തേക്ക് കയറ്റിവിടില്ല, ഭിക്ഷക്കാരനാണെന്ന് കരുതിയിട്ട് കയറ്റിവിടില്ല. അതുകൊണ്ട് ഇച്ചിരി കുളിച്ച് കുട്ടപ്പനായിട്ട് വേണം പോകാനെന്ന് ഈ ഓസ്കാർ അവാർഡ് കമ്മിറ്റി രായനച്ചനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഏതായാലും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭീമ വൈദികർക്ക് ഇത്രയും വലിയ ലോകോത്തര അവാർഡ് കിട്ടിയതിൽ ആത്മായ മുന്നേറ്റക്കാർ പടക്കം പൊട്ടിച്ചും വെടിപൊട്ടിച്ചും അങ്ങനെ ഗംഭീരമായ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുകയാണ്. അതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് അവിടെ കാണാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.